ഇന്ന് കർത്തൃമേശയുണ്ടല്ലോ. 1 കൊരിന്ത്യർ 11 അതിൻ്റെ 26 വാക്യം നമുക്ക് വായിച്ച് കേൾക്കാം. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. സ്തോത്രം. അതിൻ്റെ അടുത്ത വാക്യം വായിച്ചാട്ടെ. അങ്ങനെ നിങ്ങൾ അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവൻ എല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അപ്പോൾ ഇത് ഭക്ഷിക്കുന്നവരോടാണ് പറയുന്നത്. നമുക്കറിയാം, യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മാംസം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യാതിരുന്നാൽ നിങ്ങളിൽ ജീവൻ ഇല്ല. നമ്മളതിനെ യാഥാർത്ഥ്യമായിട്ട് ഹോളി കമ്മ്യൂണിയനിലൂടെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ അത് ഏറ്റെടുക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം വായിച്ച വാക്യം പറഞ്ഞത് ഇങ്ങനെയാണ്: അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴേക്കും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അവൻ്റെ മരണമാണ് ഇന്ന് നമുക്ക് ജീവൻ നൽകുന്നത്. അവൻ്റെ മരണമാണ്, സ്തോത്രം, നമ്മെ ഇന്ന് രക്ഷയിലേക്ക് നടത്തുന്നത്. ആ മരണത്തെ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രൊക്ലെയിം ചെയ്യുന്നു. ആ മരണത്തെ പ്രസ്താവിക്കുന്നതായതുകൊണ്ട് അടുത്ത വാക്യം പറയുകയാണ്, അതുകൊണ്ട് അയോഗ്യമായി ഇത് കഴിക്കരുത്. അയോഗ്യമായി ഇത് കഴിക്കരുത്. അതുകൊണ്ട് അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒന്നായതുകൊണ്ട് അയോഗ്യമായി കഴിക്കരുത്. നമ്മളെല്ലാ മാസവും ആദ്യത്തെ ആഴ്ച, ഈ മാസം മാത്രം അല്പം വ്യത്യാസമുണ്ട്. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ യോഗ്യതയോടുകൂടെ ആയിരിക്കണം ഇത് ഭക്ഷിക്കേണ്ടത്. നമ്മൾ യോഗ്യതയോട്, അതുകൊണ്ടാണല്ലോ പറഞ്ഞത് അയോഗ്യമായി കഴിക്കരുത് എന്ന് വെച്ചാൽ ഇത് അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന അപ്പവും വീഞ്ഞും ആയതുകൊണ്ട് ഇത് ഭക്ഷിക്കുന്നവർ യോഗ്യതയുണ്ടോ എന്ന് തങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തിയിട്ട് വേണം ഇത് ഭക്ഷിക്കുവാൻ എന്ന് പറയുകയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നല്ല. അതിൻ്റെ അർത്ഥം നമുക്ക് ഒരു റൈറ്റ് ഹാർട്ട് ഉണ്ടായിരിക്കണം. ഒരു ശരിയായ ഒരു ഹൃദയ യൂണിറ്റി, അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ ശരിയായ ഒരു അവസ്ഥ അവിടെ കാണണം എന്നതാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ നമ്മൾ പെർഫെക്റ്റായിട്ട് നമുക്ക് എടുക്കാം എന്നല്ല. അവിടെ റൈറ്റ് ഹാർട്ട് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹമ്പിളായിരിക്കണം, റിപ്പൻറ്റൻ്റ് ആയിരിക്കണം, അതുപോലെ തന്നെ സറണ്ടേർഡ് ആയിരിക്കണം. അതും അല്ല, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ആ ശരീരത്തെ നമ്മൾ ഡിസേൺ ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ ഹമ്പിളായിരിക്കണം, നമ്മൾ അതുപോലെ തന്നെ റിപ്പൻറ്റൻ്റ് ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ ആ അപ്പം തിന്നുകയും ആ രക്തമായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ വീഞ്ഞു കുടിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ നല്ലതുപോലെ ശോധന ചെയ്തിട്ട് വേണം ഞാനും നിങ്ങളും ഇത് കഴിക്കേണ്ടത്. ഈ അവസ്ഥയെ അപ്പസ്തോലനായിരുന്ന പൗലോസിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത്, കാരണം ഇത് അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതാണ്, യേശുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കണം? ആ റൈറ്റ് ഹാർട്ട് എന്ന് നമ്മൾ പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥയും അവൻ്റെ മരണവും തമ്മിൽ ഒരു ബന്ധം വേണം എന്നല്ലേ ഈ രണ്ട് വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലായത്? അതിന് അപ്പസ്തോലനായിരുന്ന പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ വായിച്ചാട്ടെ 20 വാക്യം.
ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനെങ്കിലുള്ള വിശ്വാസത്താലത്രേ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ യോഗ്യതയുള്ളവരായിരിക്കണം. അൺവർത്തി ആയിട്ട് ഇത് കഴിക്കാൻ പാടില്ല. നമുക്ക് യോഗ്യത വേണം. ആ യോഗ്യതയെ അപ്പസ്തോലനായിരുന്ന പൗലോസ് കാണുന്നത് ഇങ്ങനെയാണ്: ഞാൻ യേശുക്രിസ്തുവിനോട് കൂടെ ഹല്ലേലൂയ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. തൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ താൻ ഈ ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഈ ശുശ്രൂഷയിൽ എടുക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ തന്നെയും ഇത് അദ്ദേഹത്തിൻ്റെ മരണത്തെ, ദൈവത്തിൻ്റെ മരണത്തെ, യേശുവിൻ്റെ മരണത്തെ അത് കാണിക്കുന്നതാകയാൽ അതുകൊണ്ട് നമ്മൾ വർദ്ധിയായിരിക്കണമെന്ന് പറയുമ്പോൾ അപ്പസ്തോലനായ പൗലോസ് പറയുന്നത്, ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ട്. നമ്മൾ ചിലപ്പോൾ പറയും നമ്മൾ സ്നാനപ്പെട്ടാൽ അതുപോലെ തന്നെ നമ്മൾ ചർച്ചിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാമെന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ കേട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഹൃദയത്തിനൊരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. യോഗ്യതയോടെ വേണം അത്. ഇത് എല്ലാവർക്കും സാധ്യമായതുകൊണ്ടാണല്ലോ ദൈവവചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും പൗലോസിന് മാത്രമുള്ളൊരവസ്ഥയാണ് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനോടുകൂടെ എന്നുള്ളത്. എന്നാൽ അങ്ങനെയല്ല. നമുക്കറിയാം നാം എല്ലാവരോടും അല്ലേ, നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നാം എല്ലാവരും എന്തു ചെയ്തു? അവൻ്റെ മരണത്തിൽ പങ്കാളികളായിരിക്കുന്നു നാം എല്ലാവരും. അപ്പോൾ നമ്മൾ കർത്തൃമേശയ്ക്ക് അടുത്ത് വരുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? നമുക്ക് ഞാൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ പൂർണ്ണ ഉറപ്പോടുകൂടെ ആയിരിക്കണം ഞാനും നിങ്ങളും അവൻ്റെ അടുക്കൽ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ പഴയ ഐഡൻറ്റിറ്റി അത് മാറി അല്ലേ, ഞാൻ മരിച്ചു, പഴയ മനുഷ്യൻ മരിച്ചു ക്രിസ്തുവിനോടുകൂടെ. എന്നാൽ ഞാൻ പുതിയതായി യേശുവിനെ കാണിച്ചു കൊടുക്കുന്ന, യേശുവിൻ്റെ ആ വെളിച്ചം എന്നിലൂടെ മറ്റുള്ളവർക്ക് എത്തത്തക്ക രീതിയിലുള്ള ഒരു പുതിയ വ്യക്തിയായിട്ട് ഞാൻ മാറിയിട്ടുണ്ട് എന്ന് അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാൽ പോരാ, എൻ്റെ ഹൃദയം പറയണം. ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും ആ അവസ്ഥ നമുക്ക് ഉണ്ടാകണം. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തമായുള്ള റെപ്യൂട്ടേഷൻ, നമ്മുടെ കംഫർട്ട്, നമ്മുടേതായ പ്രിഫറൻസസ് അതൊക്കെ ഈ ക്രിസ്തുവിനോട് കൂടെ അങ്ങ് മരിച്ചുപോയി. നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ കംഫർട്ട്, ഞാൻ പറയുന്നത് നമുക്ക് നന്നായി ജീവിക്കേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആത്മീയ അർത്ഥത്തിൽ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പ്രിഫറൻസസ്, നമ്മുടെ ചോയ്സുകൾ മാറി. ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ അപ്പസ്തോലനായ പൗലോസിനോട് ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. സ്തോത്രം. എൻ്റെ ചോയ്സുകൾ മാറി, എൻ്റെ ഇഷ്ടങ്ങൾ മാറി, എൻ്റെ പ്രിഫറൻസസ് മാറി. എന്നിട്ടോ ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടുന്ന ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറ്റപ്പെട്ടു. ദൈവത്തിൻ്റെ ഇഷ്ടത്തിനൊത്തവണ്ണമുള്ള ഒരു വ്യക്തിയായിട്ട് ഞാൻ മാറ്റപ്പെട്ടു. അതിനെയാണ് അപ്പസ്തോലനായിരുന്ന പൗലോസ് പറയുന്നത്, എന്ത്? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഈ ഹോളി കമ്മ്യൂണിയൻ, അതിൽ ഞാനും നിങ്ങളും പങ്കെടുക്കുമ്പോൾ നാം എന്തു ചെയ്യണം? നാം വർദ്ധിയായിട്ടായിരിക്കണം, യോഗ്യതയോടെ ആയിരിക്കണം അത് ഭക്ഷിക്കുവാനായിട്ട്. യേശു ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും എൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഒരുപക്ഷെ പൗലോസ് പറഞ്ഞത് ഇത് തന്നെ ആയിരിക്കുമോ? യേശു എന്താ പറഞ്ഞത്? പൗലോസ് പറഞ്ഞത്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ യേശു തന്നെ പറഞ്ഞ കാര്യമുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ എന്തോ ചെയ്യണം? തന്നെത്താൻ ത്യജിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം പ്രിഫറൻസുകൾ, സ്വന്തം കംഫർട്ട് സോണ്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം റെപ്യൂട്ടേഷനൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, സെൽഫ് ഡിനായൽ, തന്നെത്താൻ ത്യജിച്ചുകൊണ്ട് തൻ്റെ ക്രൂശെടുത്ത് എന്നെ പിൻപറ്റട്ടെ. യേശു പറഞ്ഞ വാക്കുകളാണ്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ മരണത്തെ ഓർക്കുന്നതാണെങ്കിൽ, അതിൽ നാമും അതിൽ അംഗമാകുവാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ
നമ്മുടെ പുറമേയുള്ള നമ്മുടെ അവസ്ഥകൾ കൊണ്ട് മാത്രമായില്ല, യോഗ്യത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ സ്റ്റാൻഡേർഡ് മാറണം, നമ്മുടെ റെപ്യൂട്ടേഷൻ മാറണം. കാരണം ക്രിസ്തുവിനോടുകൂടെ മരിച്ച് നമ്മളൊരു പുതിയ വ്യക്തിയായെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ. അതുകൊണ്ട് കുറച്ചും കൂടി ആഴത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഡിനൈ ourselves, നമ്മെ തന്നെ നിഷേധിച്ചുകൊണ്ടായിരിക്കണം എന്നെ ആരെങ്കിലും ഇച്ഛിച്ചാൽ. അല്ലെ, കുറച്ച് പേർക്ക് ഒരു സ്റ്റാൻഡേർഡും വേറെ ചിലർക്ക് ചില സ്റ്റാൻഡേർഡും, പാസ്റ്റർമാർക്കും അതുപോലെ തന്നെ പാസ്റ്റർമാരുടെ മക്കൾക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ്, ഞങ്ങൾ മറ്റുള്ള ഇതിൽ നിന്ന് വന്നവർക്ക് വേറെ. അങ്ങനെയില്ല. ആരെങ്കിലും അവനെ പിൻപറ്റുവാൻ ഇച്ഛിച്ചാൽ അവൻ്റെ കാര്യമാണ് സെൽഫ് ഡിനായൽ. തന്നെത്താൻ ത്യജിച്ചുകൊണ്ടായിരിക്കണം അവൻ എന്ത് ചെയ്യുന്നത്? ഹല്ലേലൂയ, എന്നെ പിൻപറ്റേണ്ടത്. അപ്പോൾ നമുക്ക് തോന്നും ഇനി അയ്യോ ഇനി എന്നെയും എൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല, ഞാൻ അങ്ങ് അങ്ങ് അവനോട് കൂടെ അങ്ങ് പോയാൽ മതി എന്നാണോ പറഞ്ഞത് സെൽഫ് ഡിനായൽ എന്ന് പറയുമ്പോൾ? അല്ല. സെൽഫ് ഡിനായൽ എന്ന് പറഞ്ഞപ്പോൾ യേശു ഉദ്ദേശിച്ചത് നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ പ്രൈഡ്, നമ്മുടെ ഈഗോ, ഞാൻ, എനിക്ക്, എൻ്റേത് ഒന്ന് പറയുമ്പോൾ മറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നമ്മിലേക്കുള്ള ഫോക്കസ്, സ്പോട്ട്ലൈറ്റ്, അല്ലേ, ഈഗോ, നമ്മുടെ പ്രസ്റ്റീജ്, അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ലാസ്റ്റ്, ബിറ്റർനെസ്, ഇതിനെയൊക്കെ ഡിനൈ ചെയ്യേണ്ടത്. ഇതിനെയാണ് സെൽഫ് ഡിനായൽ എന്ന് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് പൊങ്ങുന്ന ചില വിചാര ചിന്തകളുണ്ട് നമ്മുടെ ഉള്ളിൽ, അതിനെ മാറ്റിവെച്ച് ഹല്ലേലൂയ, അല്ലാതെ നമുക്കുള്ളതെല്ലാം ഇപ്പം അങ്ങ് വിറ്റും പെറുക്കി കൊണ്ട് മറ്റുള്ളവർ കൊടുക്കണമെന്ന്, അതാണ് സെൽഫ് ഡിനൈൽ എന്നാൽ പലരുടെയും ചിന്ത. അല്ല, അത് ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെതാണല്ലോ. അയ്യോബ് പറഞ്ഞ പോലെ ദൈവം തന്നു, ദൈവം എടുക്കുന്നു. ദൈവം തന്നിരിക്കുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതാണ്. അത് ദൈവം ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ട്. സെൽഫ് ഡിനയൽ എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, ഈഗോ, പ്രൈഡ്, ലസ്റ്റ്, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളൊന്ന് മാറ്റിവെച്ച്, അതുപോലെ തന്നെ ബിറ്റർനെസ് വളരെ പെട്ടെന്ന് കയറി വരുന്നൊരു സാധനമാണ്. അതൊക്കെ ഒന്ന് മാറ്റിവെച്ച്, അതാ സെൽഫ് ഡിനായൽ. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാകുന്നതാണ്. സ്തോത്രം. ഇത് ഞാൻ പറയാത്ത നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമ്മളെങ്ങനെ ചിന്തിക്കുന്നേ? ഓരോ വിഷയങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മാനസിക അവസ്ഥ എന്താണ്? നമ്മൾ നമ്മോട് തന്നെ ഒന്ന് ശോധന, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ എത്രമാത്രം ക്രിസ്തുവിൽ വളർന്നിട്ടുണ്ട്. ഞാൻ പള്ളിയിൽ പോകുന്നു, പാടുന്നു, പ്രസംഗിക്കുന്നു, ഇതൊക്കെ ഉണ്ടെന്നേ. എന്നാൽ അതല്ല ദൈവം നോക്കുന്നത്. ഒരാളൊരു വിഷയവുമായിട്ട് വരുമ്പോൾ എൻ്റെ പ്രതികരണം എന്താണ്? ഹല്ലേലൂയ. ഒരാൾ പ്രയാസത്തിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ പാപത്തിലൂടെ പോകുമ്പോൾ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമ്മുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ്? ഒരാൾക്കൊരു നല്ല ജോലി കിട്ടിയെന്ന് പറയുമ്പോൾ, ഒരാൾ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ, ഒരാൾക്ക് തീരെ സുഖമില്ല എന്ന് പറയുമ്പോൾ, ഒരാൾ എന്നെ എന്തോ ആവശ്യമില്ല അത് പറഞ്ഞു എന്ന് കേൾക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന പ്രതികരണങ്ങളാണ് നമ്മൾ ഡിനൈ ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യേശു പറയുന്നുണ്ടല്ലോ, ലൂക്കോസിൻ്റെ സുവിശേഷം 9:25, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെ താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്തു പ്രയോജനം? ഇവിടെ ഒരുവന് ലോകം മുഴുവൻ ഉണ്ട് എന്നത് ഒരു പ്രശ്നമല്ല. യേശു പറഞ്ഞില്ല നീ ലോകം മുഴുവൻ നേടിയത് കൊണ്ട് നിന്റെ കാര്യം വെള്ളത്തിലാണെന്ന് പറഞ്ഞില്ല. ലോകം മുഴുവൻ നിനക്കുള്ളത് കൊണ്ട് നീ അവിശ്വാസിയാണ്, നീ അല്ലെങ്കിൽ ദൈവപൈതലാകാൻ യോഗ്യത ഉള്ളവനല്ല എന്ന് പറഞ്ഞില്ല. യേശു പറഞ്ഞത് നീ ലോകം മുഴുവൻ നേടിക്കൊള്ളുക, നേടിയാലും മറ്റൊന്ന് അത്യാവശ്യമായിട്ടുണ്ട്. അതെന്താണ്? അവിടെ പറഞ്ഞിരിക്കുന്നു, നിന്റെ ഇഫ് യു ലൂസ് ഓർ ഫോർഫീറ്റ് ഹിംസെൽഫ്, തന്നെത്താൻ, എനിക്കെല്ലാം ഉണ്ട് കേട്ടോ, ലോകം മുഴുവനും എൻ്റേതാ, പക്ഷെ ഞാനെന്ന് പറയുന്ന വ്യക്തി അറ്റ് ലോസ്, ഞാനെന്ന് പറയുന്ന വ്യക്തി ഫോർഫീറ്റ്, ലൂസ് എന്ന് പറയുമ്പോൾ എന്താണ്? അവൻ നഷ്ടപ്പെട്ട് ഡിസ്ട്രോയ് വൺസ് ട്രൂ ലൈഫ്,
ആ സ്വന്തത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന ആ പർപ്പസിലുള്ള ജീവിതം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ ലോകം മുഴുവനുണ്ട്, കുഴപ്പമില്ല, നല്ലതാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് അവനുണ്ടായിരിക്കേണ്ട ഒരു ട്രൂ ലൈഫുണ്ട്. അതില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം എന്നാ ചോദിച്ചത്. നമുക്ക് ആ ട്രൂനെസ് നമുക്കുണ്ടെങ്കിൽ നമുക്കുള്ളതെല്ലാം നല്ലതാ, വിശ്വസ്തനായ നല്ല ദാസനെ ഏൽപ്പിച്ചതാ, നല്ല സ്റ്റുവേർഡ്ഷിപ്പ് ഉള്ളതാണ്. എന്നാൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളതിനെ മാത്രം നോക്കിയിട്ട് ഞാനെന്ന് പറയുന്ന വ്യക്തി അവൻ നഷ്ടപ്പെടുത്തിയാൽ, അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന 2 പദങ്ങളാണ് അല്ലേ. ഒന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആ, if a man forfeited, അല്ല, For what is a man profited if he gain the whole world and lose or forfeit his lose own? or forfeit. lose, നഷ്ടപ്പെട്ടു. ഓൺ സെൽഫ്, അതായത് അവൻ എന്ന് പറയുന്ന വ്യക്തിയിൽ ദൈവം ആഗ്രഹിക്കുന്ന ചിലതുണ്ട്, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അവൻ്റെ സോൾ, ദൈവവുമായിട്ടുള്ള അവൻ്റെ ബന്ധം, ഇതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, ഇതൊക്കെ ഉണ്ടായാലും നീ ചിന്തിക്കേണ്ടത്, നീ സെൽഫ് ഡിനയൽ എന്ന് പറയുമ്പോഴും നിൻ്റെ പ്രോപ്പർട്ടിയെക്കുറിച്ചല്ല, മറിച്ച് നിൻ്റെ ഉള്ളിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹിതത്തിന് വിപരീതമായി പൊങ്ങുന്ന, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വ്യത്യാസമായിട്ട് നിന്നിലുള്ള നിൻ്റെ സ്വഭാവത്തെ മാറ്റിയിട്ടായിരിക്കണം നീ എന്നെ പിൻപറ്റേണ്ടത് എന്നാണ് യേശു പറയുന്നത്. സെൽഫ് ഡിനയൽ. സ്തോത്രം. അതുപോലെ തന്നെ ഫോർഫീറ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ ലോസ് ദ ഇറ്റേണൽ പർപ്പസ്, നിത്യതയുമായി ബന്ധപ്പെട്ട അവൻ ആ ടെമ്പററി ലിവിങ് ആയിപ്പോയി. താൽക്കാലികത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്, മരണം എന്ന് പറഞ്ഞാൽ പേടിയാ, എനിക്കും പേടിയാ. ഞാനും ഇന്ന് രാവിലെയും കൂടെ ചിന്തിച്ചു, നമുക്കെല്ലാവർക്കും പേടി. എന്നാൽ ആ പേടി മാറണം. നമ്മൾ ജീവിക്കുന്നത് നിത്യതയെ ഉന്നം വെച്ചുകൊണ്ടായിരിക്കണം. അപ്പോൾ പറയുന്നത്, നീ ഈ താൽക്കാലിക സുഖത്തിന് വേണ്ടി ഏശാവിനെ പോലെ, ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിട്ടുകളഞ്ഞ ഏശാവിനെ പോലെ ആകരുത് എന്ന് പറയുന്നു. അപ്പോൾ ലൂസ് ഓർ ഫോർഫീറ്റ് വാട്ട് ഗുഡ് ഇറ്റ് ഈസ്, അല്ലെങ്കിൽ അതിനെക്കൊണ്ട് ഒരു ഗുണവുമില്ല, അവന് സകലവും നേടിയിട്ടും. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? തന്നെത്താൻ ഉപേക്ഷിച്ച് ദൈവത്തിന് ഇതമല്ലാത്തതിനെ എല്ലാത്തിനെയും നീക്കിയിട്ടുള്ള ഒരു ജീവിതമാണ് സെൽഫ് ഡിനായൽ, ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. സ്തോത്രം. ഇത് ഇന്ന് നമ്മൾ കർത്തൃമേശ എടുക്കുന്ന അന്ന് നമുക്ക് വന്ന് ഒന്ന് ശോധന ചെയ്ത്, അല്ലേ, 15 മിനിറ്റ് അല്ലെങ്കിൽ വചനം ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മെ തന്നെ ശോധന ചെയ്ത് ഒരു പുതുക്കം പ്രാപിച്ചു പോകേണ്ടുന്ന ഒരു വിഷയമല്ല. പിന്നെയോ ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് മാറണം. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 15 അധ്യായം അതിൻ്റെ 31 വാക്യം, 1 Corinthians chapter 15 verse 31. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ എനിക്ക് നിങ്ങളിലൂടെ പ്രശംസയാണ്. ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ ദിവസേന മരിക്കുന്നു. ഇന്നത്തെ മെസ്സേജിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ഡൈയിങ് ഡെയിലി വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടൊപ്പം ദിനം പ്രതി മരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് അതിന് കഴിയും? ഇതിന് കഴിഞ്ഞാൽ എന്നെയും നിങ്ങളെയും എടുത്തുപയോഗിക്കാൻ ദൈവത്തിന് ഒരു പ്രയാസവുമില്ല. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കും ഇതില്ലെങ്കിലും മറ്റു പല കാര്യങ്ങളും ചെയ്താൽ മതി. അല്ല, ഇതുണ്ടെങ്കിൽ നമുക്കൊന്നുമില്ല എങ്കിലും ഒരു പൊട്ടനാണെങ്കിൽ പോലും നിന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. കഴുതയെ ഉപയോഗിച്ചെന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. പറ്റും. എന്നാൽ നമ്മുടെ ഒരുക്കം, നാം സെൽഫ് ഡിനായൽ, നാം ക്രിസ്തുവിനോടുകൂടെ മരിക്കാൻ നാം തയ്യാറാകണം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പൗലോസ് പറയുന്നത്, ഞാൻ
ഡെയിലി ഐ ഡൈ, എവറി ഡേ ഐ ഡൈ. നമുക്ക് ഡൈ എന്നുള്ളത് ഒരു ദിവസം തന്നെ കേൾക്കുമ്പോൾ പേടിയാ. സ്തോത്രം. നമ്മുടെ ജീവിതം മാറട്ടെ. പൗലോസ് പറയുന്നു, കാരണം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നതായതുകൊണ്ട് യോഗ്യതയോടെ ആയിരിക്കണം ഞാനും നിങ്ങളും ഇതിൽ പങ്കെടുക്കുവാനായിട്ട്. 3 കാഴ്ചപ്പാടുകൾ നമ്മൾ മരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്, വളരെ വേഗത്തിൽ. ഹല്ലേലൂയ. 1, ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നു, അല്ലെങ്കിൽ ഡെയിലി ഞാൻ ക്രൂശിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഈ നമ്മളിപ്പോൾ വായിച്ചതുപോലെ എന്നും ഞാൻ മരിക്കുകയാണ്. എവറി ഡേ. എവിടെയാണ്, ഏതാണ് നമ്മുടെ ഏരിയ? സ്തോത്രം. 1, ഡൈ ടു സിൻ. പാപത്തിന് ഞാൻ മരിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 6-7 വാക്യങ്ങൾ. നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു. നമ്മൾ ആദ്യമായിട്ട് പാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ഒരു ഫ്രീഡം ലഭിച്ചവരായിരിക്കണം. ചെയ്യാമോ, അല്ലെ? ജയിലിൽ പോയി വിടുതൽ പ്രാപിച്ച ഒരു വ്യക്തി എനിക്കിനി അവിടെ പോവാമോ എന്ന് ചോദിക്കുമോ? ഇല്ല. ഫ്രീഡം പ്രാപിച്ചവനായിരിക്കണം. പാപത്തിൽ നിന്നുള്ള ഒരു മരണം അത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അത് നമുക്ക് വളരെ പ്രാഗൽഭ്യം നൽകുന്നതാണ്, നമ്മെ തന്നെ വളരെ ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ പറയാറുണ്ടല്ലോ, ഒരു പാപത്തെ ചെറുത്താൽ നമുക്ക് കിട്ടുന്ന എനർജിയുണ്ട്. അതിനോട് വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വളരെ നിരാശയാണ്. പിന്നെ നമ്മുടെ ശക്തി മുഴുവനും ചോർന്നു പോകുന്ന പോലെ ഉണ്ടാകും. ഞാൻ വിചാരിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ അത് തന്നെയായിരിക്കും. എന്നാൽ ഒരു പ്രാവശ്യം ഞാൻ ജയിച്ചാൽ എനിക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അത് വളരെ 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 വലുതാണ്. വി ഷുഡ് ഡൈ ടു സിൻ. നമ്മൾ പാപത്തിന്, ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞിങ്ങനെയാണ്, ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഒരു സ്തോത്രം ശുശ്രൂഷയിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ, അതുകൊണ്ട് ശോധന ചെയ്യുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം, ഞാൻ ക്രൂശിക്കപ്പെടേണ്ട ചില ഏരിയകളുണ്ട്, അവിടെ ഞാൻ ക്രൂശിക്കപ്പെട്ട് തന്നെ ഇരിക്കണം. അതാണ് എൻ്റെ യോഗ്യത. 1, ഞാൻ പാപത്തിന് ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാണ്, ഫ്രീ ആണ്. ഹല്ലേലൂയ. ആ ചിന്ത നമ്മെ ഭരിക്കുവാൻ ഇടയായി തീരട്ടെ. 2, ഡൈ ടു സെൽഫ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ സ്വയം നിഷേധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ പ്രൈഡ്, ഈഗോ, ലസ്റ്റ്, അതുപോലെ തന്നെ ബിറ്റർനെസ്, നാം നമ്മുടേതെന്ന് ചിന്തിക്കുന്നതിനെ സകലത്തെയും ഡൈ ടു സെൽഫ്. 1, ഡൈ ടു സിൻ. ഹല്ലേലൂയ. 2, ഡൈ ടു സെൽഫ്. നാം നമ്മോട് തന്നെ പറയണം. പൗലോസിനെ പോലെ പറയുവാൻ നമുക്ക് ഒരു ഉൾക്കരുത്ത് വേണം. ഞാൻ ക്രിസ്തുവിനോട് കൂടെ. നമ്മളിന്ന് പലരും ക്രിസ്തു മരിച്ചതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി നടക്കുന്നവരാണ്. നമ്മൾ പ്രസംഗങ്ങളൊക്കെ കേട്ടാൽ അറിയാം, ക്രിസ്തു മരിച്ചതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാമെന്ന് പറഞ്ഞ് എല്ലാം നമുക്കുള്ളത് തന്നെയാണ്. പക്ഷെ ആദ്യം ഞാനും നിങ്ങളും കടന്നു പോകേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. നമുക്ക് നേടിയെടുക്കാം, പലതും കിട്ടും, എല്ലാം ഉണ്ട്. ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മുടേതാണ്, നമ്മുടെ അപ്പനുണ്ടാക്കിയതാണ്. എന്നാൽ ഞാനും നിങ്ങളും ആയിരിക്കേണ്ടുന്ന അവസ്ഥ വേറെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും എൻ്റെ ആത്മാവ് നശിച്ചാൽ, if you lose or forfeit your soul, what is the use? നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതാണ്. അപ്പോൾ പാപത്തിന് നമ്മൾ മരിക്കണം, സെൽഫിന് നമ്മൾ മരിക്കണം. സെൽഫിന് മരിക്കണമെന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു, ലസ്റ്റ്, അതുപോലെ തന്നെ ബിറ്റർനെസ്, പ്രൈഡ്, ഈഗോ. ഒരു ഉദാഹരണം പറഞ്ഞ് കാണിക്കാമോ? നമ്മുടെ കർത്താവ് തന്നെയാണ് അതിന് ഉദാഹരണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 5 മുതൽ 8 വരെ വായിച്ചാൽ അറിയാം നാം എങ്ങനെ, ഹല്ലേലൂയ, നമ്മെ തന്നെ സെൽഫ് ഡിനൈ ചെയ്യണമെന്നുള്ളത്. വായിച്ചട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ.
അവൻ ദൈവരൂപത്തിലിരിക്കെ അവൻ ദൈവരൂപത്തിലിരിക്കെ നമ്മുടെ ഈഗോ, നമ്മുടെ പ്രൈഡ്, ഇതൊക്കെയാണ് നമ്മളെ ഭരിക്കുന്നത് അല്ലേ? മറ്റുള്ളവരുടെ മുന്നിലൊന്ന് ചെറുതാവാൻ പറ്റത്തില്ല. എന്നാൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു എന്ന് നമ്മെ തന്നെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവൻ്റെ മരണത്തിന് പങ്കാളിയാകുവാൻ സ്നാനമേൽക്കുന്നു ഉണ്ടെങ്കിൽ, നമ്മുടെ സ്വന്തമൊക്കെ ഒന്ന് മാറ്റിവെച്ച്, ഒറ്റ ദിവസം കൊണ്ട് വന്നു എന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നമ്മുടെ ഫോക്കസ് അതായിരിക്കണം. സെൽഫ് ഡിനായൽ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിഞ്ഞ്. അപ്പോൾ എന്നെ അനുഗമിക്കുന്നവർ തന്നെത്താൻ ത്യജിച്ച് എന്ന് പറയുമ്പോൾ താൻ തന്നെ ഒരു മോഡലായിട്ടാണ് യേശു പറയുന്നത്. തന്നെത്താൻ ത്യജിച്ച് പറഞ്ഞോ, തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇതാണ് നമ്മുടെ മോഡൽ. ഈ ക്രിസ്തുവിനെയാണ് നമ്മൾ പിൻപറ്റുന്നത്. ഈ ക്രിസ്തുവിനെയാ. അപ്പോൾ പിന്നെ സെൽഫ് ഡിനയൽ ഇല്ലാതെ പറ്റുമോ? ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നു. മറ്റുള്ളവർക്കുള്ള അത്ര നമുക്കില്ലെങ്കിൽ തീർന്നു. നമുക്ക് ഭയങ്കര വിഷമമാണ്. എൻ്റെയും ചിലപ്പോഴെ കാര്യമൊക്കെ തന്നെ ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ പാസ്റ്റർ ഭയങ്കരനാണല്ലോ. പക്ഷെ മാറണം. ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. എനിക്കിത് വേണ്ട. ഹല്ലേലൂയ. എനിക്ക് ക്രിസ്തുവിൻ്റെ ഭാവം മതി. അതിൻ്റെ വില, അതിൻ്റെ ശ്രേഷ്ഠത എന്താണെന്നുള്ളത് എനിക്കൊരു പക്ഷെ കണക്കൂട്ടാൻ പറ്റിയില്ലെങ്കിലും എന്നെ വിളിച്ചവൻ അറിയാം. ഹല്ലേലൂയ. അപ്പോൾ സെൽഫ് ഡിനായൽ, യേശുവിനെ പോലെ അതേ ഭാവം എനിക്ക് വേണം. ജീവിതത്തിൻ്റെ പർപ്പസ് അതാണ്. അതുകൊണ്ട് എന്നിൽ ഉണ്ടാകുന്ന ഓരോ ഭാവത്തെയും ഞാൻ പലപ്പോഴും, എപ്പോഴും എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും പറ്റുന്ന സമയത്തൊക്കെ ഞാൻ ചിന്തിക്കും. ഓരോന്ന് വരുമ്പോൾ എന്ത് ഭാവമാണ് എന്നിലുണ്ടാകുന്നത്? യേശു ക്രിസ്തുവിൻ്റെ ഭാവമാണോ? ഒരാൾ നമ്മെക്കുറിച്ച് മോശമായിട്ട് പറയുന്നു, മോശമായിട്ട് പറഞ്ഞു എന്ന് ഞാൻ കേൾക്കുന്നു. എന്ത് ഭാവമാ? ഹല്ലേലൂയ. സോ ബ്യൂട്ടിഫുൾ. യേശു കാൽവരിയിൽ യാഗമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നത്, നീ ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന ആ ക്യാരക്ടർ, ആ സ്വഭാവം എന്നിലും നിന്നിലും പകരപ്പെടുവാൻ വേണ്ടിയാ. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഡിഫിക്കൽട്ട്. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവത്തോട് ചോദിച്ച് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും ദൈവ മക്കളായിട്ട് ഇവിടെ ജീവിക്കും. ഈ പറയുന്നത് പാസ്റ്ററെ പ്രസംഗിച്ചാൽ മതി, പക്ഷേ നമുക്കൊന്നും പറ്റത്തില്ലെന്ന് ആരും വിചാരിക്കേണ്ട. പറ്റുന്ന കാര്യം മാത്രമേ ദൈവത്തിൽ പറഞ്ഞിട്ടുള്ളൂ. സ്തോത്രം. സെൽഫ് ഡിനായൽ. അടുത്തത് ഒരു കാര്യം കൂടെ, ഡൈ ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി മരിക്കുക. ഹല്ലേലൂയ. ക്രിസ്തുവിന് വേണ്ടി ഡൈ ഫോർ ക്രൈസ്റ്റ്. ഞാൻ അതിന് രണ്ടായിട്ട് വായിക്കുകയാണ്. ഒന്ന്, ക്രിസ്തുവിന് വേണ്ടി മരിക്കുക. ഡൈ ഫോർ ക്രിസ്തു, ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാനായിട്ട്. റോമർക്കെഴുതിയ ലേഖനം 6:11 വായിച്ചാട്ടെ. അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരാകുക. പാപസംബന്ധമായി മരിച്ചു എന്നിട്ട് എന്തിനു വേണ്ടി ജീവിക്കുന്നേ? ക്രിസ്തയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരായിട്ട്. ദൈവത്തിന്, ഫോർ ഹിസ് പ്ലഷർ, ടു പ്ലീസ് ഗോഡ്, to serve God. ഹല്ലേലൂയ. അവനെ സന്തോഷിപ്പിക്കുവാൻ, എനിക്കും നിങ്ങൾക്കും വേണ്ടി മരിച്ചവന് വേണ്ടി. എനിക്കും നിങ്ങൾക്കും, അല്ലെങ്കിൽ അങ്ങനെയല്ല, എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ട, അല്ലേ, എൻ്റെ മാതാവിനെ, പിതാവിനെ നമ്മൾ എത്രമാത്രം ഓർക്കുന്നു. അതുപോലെ നിങ്ങളെല്ലാവരും അതുപോലെ തന്നെയാണ്. അതുപോലെ നമുക്ക് വേണ്ടി കാൽവരി യാഗമായ ആ പിതാവിന് വേണ്ടി, ആ യേശുവിന് വേണ്ടി, അവന് വേണ്ടി ഇവിടെ പറയുന്നു, ദൈവത്തിന് ജീവിക്കുന്നവരാകുക എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഡൈ ഫോർ ക്രൈസ്റ്റ്. നിങ്ങൾ പാപത്തിന് മരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നവരാകുക. സ്തോത്രം. ഹല്ലേലൂയ. അടുത്തത് ഡൈ ഫോർ ക്രൈസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, ക്രിസ്തുവിനെ നേടുവാനായിട്ട്, ക്രിസ്തു എന്നിൽ വെളിപ്പെടുവാനായിട്ട്.
Die for Christ. I need that. Hallelujah. റോമർക്ക് എഴുതിയ ലേഖനം 6:5. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. അവന്റെ ആ ഉയിർപ്പിന്റെ ശക്തി. ഹല്ലേലൂയ. ഡൈ ഫോർ ക്രൈസ്റ്റ്. എനിക്ക് ക്രിസ്തുവിന്റെ ശക്തി വേണം. ഞാൻ ദിനം പ്രതി മരിക്കുന്നു എന്ന് അപ്പസ്തോലനായിരുന്ന പൗലോസ് പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം ഇപ്പുറത്ത് കിടപ്പുണ്ട്. എന്താണ്? ഞാൻ ദിനം പ്രതി അവൻ്റെ ഉയിർപ്പോടെ ജീവിക്കുന്നു എന്നർത്ഥം. ഹല്ലേലൂയ. നമ്മൾ മരിച്ചു എന്ന് മാത്രം കേട്ട് അയ്യോ എനിക്കങ്ങനെ കഴിയുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ മരിച്ചത്, ഹല്ലേലൂയ, സെൽഫ് മരിച്ചെങ്കിൽ, എൻ്റെ ഈഗോ മരിച്ചെങ്കിൽ, ഹല്ലേലൂയ, ഇപ്പുറത്ത് ഉയർത്തെഴുന്നേറ്റ ഒരു ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ക്രിസ്തുവിനെ നേടുവാനായിട്ട്, ക്രിസ്തുവിനെ പോലെ ജീവിക്കുവാനായിട്ട്, ഹല്ലേലൂയ, the likeness of Christ must come inside. Hallelujah. Die for sin, die to sin, die to self, die for Christ. എനിക്ക് അവന് വേണ്ടി ജീവിക്കണം, മാത്രമല്ല അവനെ വെളിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഒരു പുതിയ വ്യക്തിയായിട്ട് 2 കൊരിന്ത്യർ 4:10-11 വായിച്ചാട്ടെ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന്. യേശുവിന്റെ ജീവൻ. എന്തുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു ഞാൻ ദിനവും മരിക്കുന്നു? കാരണം ഞാൻ ദിനവും മരിക്കുമ്പോൾ ദിനവും അവന്റെ ജീവൻ എന്നിൽ വെളിപ്പെട്ടു വരുന്നു. ഹല്ലേലൂയ. വായിച്ചട്ടെ. യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ. എന്തിനു വേണ്ടിയാ അവിടെ നമ്മൾ വായിച്ചു? ഇടയ്ക്ക് നിർത്തിയത് കൊണ്ടാ. ഞങ്ങളുടെ ഒന്നുകൂടെ വായിച്ചു. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്. നിങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന്. അവിടെ ഒരു കാര്യമുണ്ട്. യേശുവിന്റെ ജീവൻ വെളിപ്പെടുന്നത് മർത്യ ശരീരത്തിൽ മാത്രമേ വെളിപ്പെടുകയുള്ളൂ. നമ്മൾ മരിക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ യേശുവിന്റെ ജീവൻ വെളിപ്പെടുകയുള്ളൂ. അവൻ ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ ഞാൻ എന്നും മരിക്കുന്നു. കാരണം ഈ മരിക്കുന്ന ശരീരത്തിൽ അവൻ്റെ ജീവൻ എന്നും വെളിപ്പെടേണ്ടതിനെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നു, ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി മരിക്കുന്നു. 2, ക്രിസ്തുവിനെ നേടാൻ വേണ്ടി മരിക്കുന്നു, ക്രിസ്തുവിനെ പോലെ ആകാൻ വേണ്ടി, ക്രിസ്തുവിൻ്റെ ജീവൻ ഉയർത്തെഴുന്നേൽപ്പ് എന്നിൽ അത് യാഥാർത്ഥ്യമാകുവാൻ വേണ്ടി ഞാൻ മരിക്കുന്നു. 3-ാമതായി ഒരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ അടുത്ത വാക്യം? 2 കൊരിന്ത്യർ 4:12. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കും. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. മറ്റൊരവസ്ഥ, യേശുവിൻ്റെ മരണം, ഞാൻ യേശുവിനോടുകൂടെ മരിച്ചപ്പോഴാ യേശുവിൻ്റെ ജീവൻ എന്നിൽ അത് വന്നു. ഞാൻ മരിച്ചു. എന്നാൽ മരണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മറ്റൊരു കാര്യം, യേശു മരിച്ചപ്പോൾ യേശുവിൻ്റെ ജീവൻ എന്നിൽ അത് വന്നു എങ്കിൽ ഞാൻ എന്നെ തന്നെ മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ചിലരിൽ കൂടെ ജീവൻ വരുവാനിടയായിത്തീരും. അപ്പോസ്തലനായിരുന്ന പൗലോസ് പറയുകയാണ്, ഞാൻ എന്നെ തന്നെ ദിനം പ്രതി മരിക്കാൻ ഏൽപ്പിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അവിടെയാ പറഞ്ഞത് 12-ാമത്തെ വാക്യം. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കട്ടെ. മൾട്ടിപ്ലിക്കേഷൻ വിൽ ഹാപ്പൻ. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ സെൽഫിനോട്, പാപത്തിൻ്റെ അവസ്ഥയോട് നോ പറഞ്ഞ് മരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ എന്നിൽ മരണം വ്യാപരിക്കുമ്പോൾ തന്നെ, സ്തോത്രം, നിങ്ങളിൽ എന്തു പറയുന്നു? നിങ്ങളിൽ ജീവൻ വ്യാപരിക്കും. നിങ്ങളിൽ ജീവൻ വ്യാപരിക്കും. ഹല്ലേലൂയ. ഒരു ആ മൾട്ടിപ്ലിക്കേഷൻ നടക്കണമെങ്കിൽ എന്തു വേണം? യേശു പറഞ്ഞു. എന്താ പറഞ്ഞത്? യോഹന്നാന്റെ സുവിശേഷം 12:24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും.
ചത്തുവെങ്കിലും വളരെ വിളവുണ്ടാകും. ഇത് നമ്മൾ ഇനി ഗോതമ്പ് മേടിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഗോതമ്പ് കൃഷി ചെയ്യാൻ പോകുമ്പോൾ അറിയണം എന്ന് വെച്ചല്ല യേശു പറഞ്ഞത്. അല്ല, റേഷൻ കടയിൽ പോകുമ്പോൾ നന്നായിട്ട് മനസ്സിലാക്കണം നീ ഗോതമ്പ് മേടിക്കുന്നു അതിൻ്റെ ഗുണങ്ങൾ എന്ന് കരുതിയിട്ടല്ല യേശു ഇത് പറഞ്ഞത്. എന്തിനാ പറഞ്ഞത്? ഞാനും നിങ്ങളും നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ മാത്രമേ മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹല്ലേലൂയ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും. അത് തനിയേ ഇരിക്കും, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ ഇരിക്കും. അതിനെക്കൊണ്ട് ഒരു ഗുണവുമില്ല. ഒരു മണി കിട്ടിയ എന്തോ ആവാനാ? എന്നാൽ അത് മരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, അത് അനേകർക്ക് ഉതകുന്ന രീതിയിൽ അത് മൾട്ടിപ്ലൈ ആകുവാനിടയായി തീരും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, ഞാൻ ദിവസവും ഞാൻ ക്രിസ്തുവിനോട് മരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവമക്കളെ, അതിൽ നിന്നും ഉളവാകുന്ന വലിയ സത്യമുണ്ട്. ഒന്ന്, പാപത്തോട് ഞാൻ മരിക്കുന്നു. രണ്ട്, എൻ്റെ സെൽഫിനോട് ഞാൻ മരിക്കുന്നു. ഞാൻ യേശുവിൻ്റെ സ്വഭാവത്തോട് വളർന്നു വരുന്നു. സ്തോത്രം. അതുപോലെ തന്നെ ഹല്ലേലൂയ, ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നു എന്ന് പറയുമ്പോൾ മൂന്ന് കാര്യങ്ങൾ അവിടെയുണ്ട്. ഒന്ന്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി, എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ മരിക്കുന്നു. ഇറ്റ് പ്ലീസസ് ഹിം, അവനെ സന്തോഷിപ്പിക്കുന്നു. ഞാൻ ഡെയിലി മരിക്കുവാൻ, അല്ലേ? നമ്മൾ പറഞ്ഞു എന്താണ്? അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം തന്നു. ഈ സൗഖ്യം തന്നവൻ ആ സൗഖ്യത്തോടെ ജീവിക്കണം. അത് കാണുന്നതല്ലേ സന്തോഷം? ഇല്ലെങ്കിൽ കുരിശിൽ കയറി അടികൊണ്ടവൻ എന്തു പറയും? എനിക്ക് സൗഖ്യം വന്നില്ല എങ്കിൽ, ആരാധിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, പക്ഷേ സൗഖ്യം വന്നിട്ടില്ല എങ്കിൽ അടികൊണ്ടവൻ പറയും, അയ്യോ ഒരു ഗുണം ഉണ്ടായില്ലല്ലോ. സ്തോത്രം. അതുകൊണ്ട് നമ്മിൽ സൗഖ്യം നടക്കട്ടെ. മാത്രവുമല്ല, മറ്റുള്ളവരിലേക്ക് ജീവൻ വ്യാപരിക്കുവാൻ അതിടയായി തീരട്ടെ. സ്തോത്രം. നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കൊരു സമർപ്പണത്തോടെ വരാം. 1 കൊരിന്ത്യർ 11:23 തുടങ്ങിയുള്ള വാക്യങ്ങൾ ഐസംബദർ നമ്മെ വായിച്ച് കേൾപ്പിക്കും. നമുക്കൊരു ഒരു ഒരുക്കത്തോടെ അവൻ്റെ പാദപീഠത്തിങ്കിലായിരിക്കാം. കർത്തൃമേശയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ അയോഗ്യതയോടെയല്ല, യോഗ്യതയോടെ തന്നെ അതിൽ പങ്കെടുക്കുവാൻ, ഓരോ ദിവസവും ക്രിസ്തുവിനോടൊപ്പം മരിച്ച് ക്രിസ്തുവിനോടൊപ്പം ആ പുതുക്കത്തിൽ ജീവിക്കുന്നവരായിട്ട്, അത് ദൈവനാമ മഹത്വത്തിനും നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും മാത്രമല്ല അനേകരുടെ ഉണർവിനും അത് കാരണമായി തീരട്ടെ. സ്തോത്രം. നമുക്ക് വായിച്ചു കേൾക്കാം. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്ത എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിനെന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടു കൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാവുന്നു. സ്തോത്രം. നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. കേട്ട വചനത്തിന് മുന്നിൽ ഇപ്പോൾ വായിച്ച ആ ഹോളി കമ്മ്യൂണിയൻ ആ പാസേജിന് മുന്നിൽ നമുക്ക് നമ്മെ ഒന്നുകൂടെ ശോധന ചെയ്യാം. യോഗ്യതയോടെ, നമുക്ക് വലിയ ഭാഗ്യമാണ് തന്നിരിക്കുന്നത്. യോഗ്യതയോടെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി വലിയ PhD എടുക്കേണ്ട കാര്യമില്ല. യോഗ്യതയോടെ എന്ന് പറയുമ്പോൾ നമ്മൾ അതിനു വേണ്ടി ഇൻറ്റേൺഷിപ്പ് എടുക്കേണ്ട കാര്യമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കുകയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ ചേർന്ന് നമുക്കും പറയാം, ഞാൻ യേശുവിനോടൊപ്പം ദിനവും ഞാൻ മരിക്കുന്നു.